ഇതൊക്കെ ഇതിലാണ് ഞാൻ അടിച്ചിട്ടുള്ളതൊക്കെ ഒരു ആണി മാത്രം അടിച്ചിട്ടുള്ളൂ. ഇത് അമേരിക്കൻ സീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സീഡാണ് ഈ സാധനം. നമ്മളൊക്കെ ഭക്ഷണം കളിക്കുന്ന ചൊറക്കായി എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ തമിഴില് ഇതിനെ അടിച്ചതൊരു വേറെ സൗണ്ടാ. അങ്ങനെ ഒവ്വൊരു സാധനം ഒവ്വൊരു സൗണ്ട് തന്നെ. ഇതാണ് കേട്ടോ നമ്മളിവിടെ കിട്ടുന്ന ചൊരക്ക. ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വയലിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് ഈ ഇൻസ്ട്രുമെന്റാ. ഇതെല്ലാം നിർമ്മിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു ആയുധമാണിത്. ഒക്കെ നാച്ചുറായിട്ട് കിട്ടുന്ന സാധനം, പുഴയിൽ കിട്ടുന്ന സാധനം, നമ്മുടെ കാടിൻ്റെ ഉള്ളിൽ ഞാൻ ചെയ്ത് മാക്സിമം ഒരു 10-40 ഇൻസ്ട്രുമെന്റ് ഉണ്ടാവും. അപ്പം കിട്ടുന്ന സാധനം വെച്ചിട്ട് സെറ്റ് പண்றது തന്നെ. അപ്പോൾ നമ്മളിന്നുള്ളത് പാലക്കാട് അട്ടപ്പാടിയിലാണ്. ഇതാണ് കൃഷ്ണമൂർത്തി ചേട്ടൻ. ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഇദ്ദേഹം ഉണ്ടല്ലോ ഒരു അതുല്യ കലാപ്രതിഭയാണ്, സകല കലാബല്ലഭൻ. മുളകളിൽ നിന്ന് അതുപോലെ ചിരട്ടകളിൽ നിന്നൊക്കെ വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കുക. അതായത് ഇദ്ദേഹത്തിൻ്റെ ക്രിയേഷനാണ് കേട്ടോ. നാച്ചുറൽ ആയിട്ടുള്ള സൗണ്ടുകൾ കിട്ടുന്നു എന്നൊക്കെ രീതിയിലാണ് ഇദ്ദേഹം ഓരോ ഇൻസ്ട്രുമെന്റ്സ് നിർമ്മിക്കുന്നത്. അണ്ണാ ഇത് ശരിക്കും ഇത് ഒക്കെ വെറും മുളയിൻ്റെ പീസാണ് അണ്ണാ. ഞാനിത് സിമ്പിളായിട്ട് ചെയ്ത് നോക്കിയതാണ്. ഇതൊക്കെ ഇതിലാണ് ഞാൻ അടിച്ചിട്ടുള്ളതൊക്കെ വെറും ആണി മാത്രം അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ കൊട്ടിയിട്ടുള്ളത് ഒരു സീഡാണ്, ഒരു മലയിൽ കിട്ടുന്ന ഒരു സീഡാണ്. പിന്നെ ഇതിനെ നമ്മൾ ചേക്കറായിട്ട് യൂസ് ആക്കാം. ഇങ്ങനെ ചേക്കറായിട്ട് യൂസ് ആക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ യോഗൻ്റെ ടീമൊക്കെ ഒരു മൈൻഡ് സെറ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മളമുള്ളി പോലെ യൂസ് ആക്കുന്നതാണ്. അത്രയേ ഉള്ളൂ. സൗണ്ട് കേൾക്കുന്നുണ്ടായിരിക്കും, നമ്മുടെ മഴത്തുള്ളി വീഴുന്ന പോലത്തെ ഒരു ശബ്ദമാണ് കേൾക്കുന്നത്. ഇത് അമേരിക്കൻ സീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സീഡാണ് ഈ സാധനം. ഈ സീഡിന് ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള വിത്തൊക്കെ എടുത്തു. ഇതിൻ്റെ ഉള്ളിലുള്ള വിത്തൊക്കെ എടുത്തിട്ട് അതിൽ ഒരു ഹോൾസ് അടിച്ചത് അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു വർക്ക്. അപ്പോൾ അതും നമുക്ക് നല്ലൊരു ശബ്ദമുണ്ടായിരുന്നു. ഒരു കാടിൻ്റെ ഉള്ളിൽ എന്തോ ഇതുപോലത്തെ ഒരു സൗണ്ട് ഉണ്ടല്ലേ. അപ്പോൾ അതിന് നമ്മൾ ഒരു ചേക്കർ പോലെ പിടിപ്പിച്ചതിന്. എന്നാ ഇത് ഈ കായാണിത്. പുഴയിലൊക്കെ വെള്ളത്തിൽ വരും. അപ്പോൾ നമ്മൾ എടുത്തിട്ട് വെറുതെ താളോട്ടൊക്കെ ഉറച്ചിട്ട് ആൾക്കാരൊക്കെ ചൂട് വെച്ചിട്ട് കളിക്കും. അങ്ങനത്തെ ഇതൊരു കായാണ്. നമ്മുടെ പുഴയിൽ തന്നെ ഉണ്ട് സാധനം. എന്തൊരു വേസ്റ്റായ ഒരു സാധനം കിട്ടിയാലും ശരി, ഇതിൽ എന്തെങ്കിലും ചെയ്ത് നോക്കാമെന്ന ഒരു ഐഡിയ കിട്ടിയാൽ ഒരു സാധനം സെഞ്ചു പാക്കറ തന്നെ അതിലൊരു ശബ്ദം വരല്ലേ. ഇതിന് ചില ആൾക്കാർ എന്ത് ചെയ്യാങ്ങനെ ഈ യോഗൻ്റെ ചില ഇതൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇതിനെ ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റിലാണ് അവരൊക്കെ മൂവ്മെൻറ്റ് பண்ணுறாங்க. അങ്ങനെ മഴ പെയ്യുന്ന സത്തം പോലെ. അപ്പോൾ കൃഷ്ണണ്ണൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു വീഡിയോയിലൊരു ഇൻസ്ട്രുമെൻറ്റ്സ് ആയിരുന്നു ഈ ഡ്രമ്മ്. ഇതുണ്ട് മുളയും കൊണ്ട് ഉണ്ടാക്കിയ. ഇത് ആട്ടുംതോലാണോ? ബോർഡ് പിടിപ്പിച്ചിട്ടുള്ളത് ഒക്കെ ആട്ടുംതോലാണ്. ഇത് 3 സൈസ് 4 സൈസ് മുളയാണ്. ഈ മുളേന്റെ താഴെ ഹോൾസ് അടിച്ചിട്ടുണ്ട്. പൈപ്പ് ഡ്രംസ് പോലെ അടിയിൽ ഹോൾസ് അടിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു 4 തോളിന് പിടിപ്പിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇത് സൊറക്കായി തന്നെ. നമ്മ ഭക്ഷണം കളിക്കുന്ന സൊറക്കായി ഇതാ. ഇത് മുള, ഇത് ആട്ടുതോള്, ആടിന്റെ തോളാണിത്. ഇതാണ് കേട്ടോ നമ്മളിവിടെ കിട്ടുന്ന ചൊരക്ക. ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ ഈ വയലിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കംപ്ലീറ്റ് ഉണങ്ങുന്നത്. ഉണങ്ങിയിരിച്ചാൽ ഉള്ള വിത പറഞ്ഞ് ആട് സത്തം കേൾക്കുക പറഞ്ഞു. കൊറോണ ടൈമിലാണ് നമ്മൾക്ക് ചില നാടകക്കാരനാണ് പരിചയപ്പെട്ടിട്ട് അവരുടെ കയ്യിൽ ഇങ്ങനത്തെ കുറേ ഇൻസ്ട്രുമെൻ്റൊക്കെ അവർ ചെയ്ത് ഞാൻ കണ്ടിരുന്നു. അതിൽ ആദ്യം ഞാൻ കണ്ടത് അവരുടെ അടുത്തുള്ള മളമുള്ളിയാണ്. ആദ്യം ഞാൻ ഇത് അവരുടെ കയ്യിൽ നിന്നിട്ട് ഇത് എത്ര റുപ്യാണ് അങ്ങനെ ചോദിച്ചപ്പോൾ അതിൻ്റെ റേറ്റ് അവർ പറഞ്ഞത് 4500 റുപ്യ. ആകെ 2 അടിയും കൂടിയില്ലേ. പിന്നെ ശരി നമ്മളും ചെയ്ത് നോക്കാമല്ലോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണുള്ളത് കുറച്ചും കൂടി യൂട്യൂബിലൊക്കെ അങ്ങനെ ചർച്ചയാക്കി നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ളത് ചില അരിയും ഇങ്ങനത്തെ സീഡുകളാണ്. ശരി ചെയ്യാന്ന് പറഞ്ഞിട്ട് ആദ്യം ഒന്ന് ചെയ്തു, സൗണ്ട് വന്നു. പിന്നെ അങ്ങനെ ചെയ്യാൻ ഒന്നൊന്നായിട്ട് അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ ദിവസം അതൊക്കെ അങ്ങനെ പാട്ടും ഇതൊക്കെ നമ്മൾ ചെയ്തു നോക്കും. അപ്പോൾ അതിലങ്ങനെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ചെയ്ത് നമ്മൾ ഫ്രണ്ട്സുകൾക്ക് ഒന്നൊന്ന് കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒന്നൊന്ന് അങ്ങനെ ചെയ്യാൻ തുടങ്ങിയെന്ന്. ഇത് ചെയ്തിട്ടുള്ളത് സൊറക്കായാണ്. അതും ഒരു ചൊറക്കായാണ്. ചൊറക്കായിൽ നമ്മൾ ഒരു 8-9 വെറൈറ്റി ചൊറക്കായ ഉണ്ട്. അപ്പോൾ അതിൽ ഇതൊരു വെറൈറ്റിയാണ്. ഇത് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത് ആടിൻ്റെ തോളാണ്. ഇപ്പം ഇത് ചൊറക്കായിൽ സെഞ്ചിരിக்கிறேன்.
ഒരു പ്രാവശ്യം എൻ്റെ അളിയൻ്റെ മകൻ കൊണ്ടുവന്നിട്ട് ബീറിൻ്റെ കുപ്പി കൊടുത്തു. ശരിയെന്ന് വെച്ചിട്ട് അതിനൊരു ചേക്കറൊന്നും ഉണ്ടാക്കി. അവിടെ കിട്ടുന്ന സാധനം വെച്ചിട്ട് സെറ്റ് പண்றതാണ്. എന്നാൽ എൻ്റെ അടുത്തിൽ ഇപ്പോൾ ഞാൻ ചെയ്ത് മാക്സിമം ഒരു 10-40 ഇൻസ്ട്രുമെൻ്റ് ഉണ്ടാവും. ഒക്കെ നാച്ചുറായിട്ട് കിട്ടുന്ന സാധനം, പുഴയിൽ കിട്ടുന്ന സാധനം, നമ്മുടെ കാടിൻ്റെ ഉള്ളിലും പറമ്പിൻ്റെ ഉള്ളിലും അങ്ങനെ കിട്ടുന്ന തേങ്ങൻ്റെ ചട്ടനെ വെച്ചിട്ട് സെറ്റാക്കും. അങ്ങനെ ചെറിയ ചെറിയ സാധനം അങ്ങനെ സെറ്റാക്കുന്നത്. ഇത് എൻ്റെ ഐഡിയ എന്ന് சொன்னால் ഞാൻ ആദ്യം ഞാൻ ചെയ്യുമ്പോൾ ഇത് വെറും മുളയാണിത്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഇങ്ങനെ തട്ടിയാൽ ശരിക്കും ഇതിന് സൗണ്ട് വരില്ല. ഈ സാധനം ഇങ്ങനെ തട്ടിയാൽ ഇതിൽ സൗണ്ട് വരില്ല. ஆனால் ഇങ്ങനത്തെ ഒരു സാധനം ഇതിൽ പെട്ടെന്ന് ഇങ്ങനെ കൈ വെച്ച് അടിച്ചുള്ളപ്പോഴാണ് എനിക്കൊരു ഇതിലൊരു സൗണ്ട് കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം സെറ്റാക്കിയിട്ട് നമ്മൾ പിടിച്ചപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഒരു വേറൊരു മൂഡിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് തന്നെ പല ആൾക്കാരെ പെണ്ണെ തന്നെ ചോദിക്കുന്നുണ്ട്. ഇതിനെ അടിച്ചതൊരു വേറൊരു സൗണ്ടാണ്. അങ്ങനെ ഒവ്വൊരു സാധനം ഒവ്വൊരു സൗണ്ട് തന്നെ. എന്നാൽ എനിക്ക് ഓർഡറൊക്കെ വരുത്. ഇപ്പോൾ ഇതിന് ലോഞ്ച് ചെയ്യാൻ പോകണം 17-ാം തീയതി. എൻ്റെ ഇൻസ്ട്രുമെൻറ്റ് മാത്രമായിട്ട് ഒരു എക്സിബിഷൻ പോലെ ഞാൻ ഇതിൽ ലോഞ്ച് பண்ணுறேன். എന്നാൽ ഇവിടെ തന്നെ നമ്മൾക്കിപ്പോൾ ഒരുപാട് നമ്മൾക്ക് ബുക്കിംഗ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻസ്ട്രുമെൻറ്റിന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരി, ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഇപ്പോഴും എന്നെ കൊണ്ട് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് 17-ാം തീയതിൻ്റെ മുകളിൽ എൻ്റെ പ്രോഡക്റ്റ് ലോഞ്ച് பண்ணுறேன். വர 17-ാം തീയതി തന്നെ. എന്നാൽ മണ്ണാർക്കാട്ടിൽ നിന്ന് നമ്മൾ തമിഴ്നാട് പോകുന്ന റോട്ടിൽ ഞാനുള്ളത് അട്ടപ്പാടിയിലാണ്. ശരിക്കും ഞാനുള്ള സ്ഥലം ചീരക്കടവാണ്. അട്ടപ്പാടിയിൽ ചീരക്കടവാണ്. എന്നാൽ ഇത് സാധാ ചിരട്ടയാണ്. ചിരട്ടയിൽ ഇതും മാക്സിമം ആട്ടുതോളാണ്. ഇങ്ങനെ അടിച്ചാൽ അതിൻ്റെ ഒരു സൗണ്ട് വന്നു. ഡ്രംസൊക്കെ അവരൊക്കെ ഒരുപാട് ഡ്രംസിനെ വെച്ചിട്ട് അടിക്കുന്നില്ലേ, ചട്ടപ്പടന്ന് അടിക്കുന്നില്ലേ. പക്ഷെ നമ്മളങ്ങനെ ചെയ്യാമെന്ന് ഒരു ഐഡിയകൾ അങ്ങനെ ഇതിനെ സെറ്റാക്കുന്നത് തന്നെ. ഒരു പിഞ്ച് തേങ്ങയിൽ സെറ്റ് പണ്ണതാ ഇത് മുള. ഇതിൻ്റെ ഉള്ളിലുള്ളതും ഒരു സീഡാണ്. അപ്പോൾ ഇതിനും ഒരു ചേക്കർ പോലെ അങ്ങനെ സൗണ്ട് വന്നു. അപ്പോൾ ശരി, അതൊരു ഡിസൈൻ ഇരിക്കട്ടെ. ചില്ലിൻ്റെ ഒരു ശബ്ദം പോലെ. പിന്നെ അങ്ങനെ ഒരു ചേക്കർ ഉണ്ടാക്കി. എന്നാൽ ഞാൻ ഹിത്താറിനെ കണ്ടിട്ടാണ് ഇതിനെ സെറ്റ് പണ്ണണേ. അപ്പോൾ ശരി, ഇതിൽ വ്യത്യാസமாக സൗണ്ട് വരുമാനം சொல்லி പോയിട്ട് ഇതിലൊരു 4 പിന്നടിച്ചു. പിന്നടിച്ചിട്ട് ശരി ഹിത്താർ പോലെ നമ്മൾ പിടിച്ചിട്ട് അടിച്ചു നോക്കി. അപ്പോൾ ഇവിടെ അടിച്ചാൽ അങ്ങനെ